നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും. എന്നാൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ഇതിന് പകരമായിട്ട് നമുക്ക് യോഗ ചെയ്തുകൂടെ എന്ന്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്. അതായത് നമ്മുടെ മസിൽസിനും പിന്നെ നമ്മുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടുകളാണ് ജിമ്മിൽ ചെയ്യുന്നത്. ജിമ്മിൽ അല്ലെങ്കിൽ നിങ്ങൾ ബോഡി വെയ്റ്റ് വർക്കൗട്ടുകളല്ല ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനമാണ് പ്രോഗ്രസീവ് ഓവർലോഡിങ് എന്നുള്ളത്. അതായത് നമ്മൾ ഇപ്പോൾ ഇന്നൊരു വർക്കൗട്ട് ചെയ്തു, ഫോർ എക്സാമ്പിൾ ബെഞ്ച് പ്രസ് ചെയ്തെന്ന് വെക്കുക. നമുക്ക് വീണ്ടും അതിൽ നമ്മുടെ സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് നമുക്ക് വെയിറ്റ് ആഡ് ചെയ്ത് ലോഡ് കൂട്ടി നമ്മുടെ സ്ട്രെങ്ത് അതനുസരിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നമ്മൾ യോഗ പോലൊരു വർക്കൗട്ട് ചെയ്യണം. യോഗ വർക്കൗട്ടായിട്ട് കൂട്ടാൻ പറ്റില്ല. യോഗ ചെയ്യുകയാണെന്ന് വെക്കുക. അത് നമ്മളിപ്പോൾ ഈ നിലവിൽ നമ്മൾ കാണുന്ന ഈ ഒരു മോഡേൺ യോഗാസനങ്ങൾ അത് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറയുമ്പോൾ അതിലെവിടെയും നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നില്ല. പ്രോഗ്രസീവ് ഓവർലോഡ് അവിടെ ഇല്ല. ഇനി നമ്മൾ കേൾക്കുന്ന മറ്റൊരു ക്ലെയിമാണ് യോഗ എന്ന് പറയുന്നത് വളരെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്, മഹർഷിമാർ കൊണ്ടുവന്നാണെന്നൊക്കെ. ഇത് ശരിക്കും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഇത് പൂർണ്ണമായിട്ട് ശരിയുമല്ല. കാരണം യോഗയുടെ ഒരു ബേസ് പുസ്തകം, ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ബേസ് പുസ്തകം എന്ന് പറയുന്നത് പതഞ്ജലി മഹർഷി എഴുതിയിട്ടുള്ള പതഞ്ജല യോഗസൂത്രമാണ്. അതിനകത്ത് മെയിനായിട്ടും 8 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. പക്ഷേ ഈ ഒരു പുസ്തകത്തിൽ ആസനം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന യോഗാസനങ്ങളല്ല. പകരം അത് ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള ഇരിക്കുന്ന ആ ഒരു കാര്യത്തിനെ കുറിച്ച് സ്ഥിരം സുഖ ആസനം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് ധ്യാനം ചെയ്യാൻ വേണ്ടിയിട്ട് കംഫർട്ടബിൾ ആയിരിക്കുന്ന പൊസിഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീടുള്ള നമ്മൾ ഇന്ന് ഈ കാണുന്ന യോഗാസനങ്ങളൊക്കെ വന്നത് അതിനും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. പ്രധാനമായിട്ടും 2 ബുക്കുകളാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ആദ്യത്താണ് ഹഠയോഗ പ്രദീപിക. ഇതാണ് ഉള്ളതിൽ നല്ല പഴക്കമുണ്ടെന്ന് പറയാൻ പറ്റും. അതായത് പതഞ്ജല യോഗസൂത്രത്തിന് ശേഷം പഴക്കമുള്ളത് ഹഠയോഗ പ്രദീപികയാണ്. എന്നാൽ അത് എഴുതപ്പെട്ടത് ഏകദേശം ഒരു 1000 to 1700 CE അല്ലെങ്കിൽ നമ്മൾ AD എന്ന് പറയുന്ന ആ സമയത്താണ്. അതിലാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന ഈ യോഗാസനങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള ആസ്പെക്റ്റ് കൂടുതലായിട്ട് വന്നു തുടങ്ങിയത്. എന്നാൽ അതിൽ തന്നെ ഹഠയോഗ പ്രദീപികയിൽ ഒരു 15 ആസനങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന മോഡേൺ യോഗയിലേക്ക് എത്തുന്നത് ശരിക്കും 1934 ടി കൃഷ്ണനാമാചാരി എഴുതിയിട്ടുള്ള യോഗ മകരാന്ത അല്ലെങ്കിൽ യോഗ സാരം എന്നുള്ള ബുക്കിൽ നിന്നാണ്. അതിൽ പക്ഷേ ടി കൃഷ്ണമാചാര്യ ചെയ്തത് ജിംനാസ്റ്റിക്സ്, ബോഡി ബിൽഡിങ്, ഈവൻ സർക്കസിൽ നിന്ന് വരെയുള്ള പല പോസുകൾ ഇതിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മളിന്ന് കാണുന്ന പലതും അങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട ആസനങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ചെയ്യുന്ന എല്ലാ ആസനങ്ങളും എല്ലാ യോഗാസനങ്ങളും വളരെ പഴയതാണെന്നും മഹർഷിമാർ കൊണ്ടുവന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അതിൽ നിന്നുള്ള ഹെൽത്ത് റിസ്കുകൾ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഈ ഒരു ടോപ്പിക്ക് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും എന്നറിയാം. പക്ഷേ മനസ്സിലാക്കാനുള്ളത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന സൂര്യ നമസ്കാരം, അതിപ്പോൾ യോഗയുടെ ഒരു പ്രധാന ഭാഗമായിട്ടാണ് പറയുന്നത്. അതുപോലും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള സംഗതിയല്ല, അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ഈ പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നതായതുകൊണ്ട് ഇത് മോശം എന്നല്ല പറയുന്നത്. പക്ഷേ ഇത് മഹർഷിമാർ കൊണ്ടുവന്നതാണ്, ഇതിൽ തെറ്റുകളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വിശ്വസിച്ച് പോകും. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി എക്സസൈസുകളോ ഡയറ്റോ എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അത് സയൻറ്റിഫിക് ആണോ അല്ലയോ എന്നുള്ളതാണ് പ്രധാനം. സോ നിങ്ങൾ ജിമ്മിൽ പോകുന്നതിന് പകരം ഇനി ജിമ്മിൽ തന്നെ പോകണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ബോഡി വെയ്റ്റ് എക്സസൈസുകളാണ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ജിമ്മിലോട്ട് ആക്സസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഞാനിവിടെ പറഞ്ഞു തരുന്നത് പ്രോഗ്രസീവ് ഓവർലോഡിങ്ങും പിന്നെ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും, ഇതിന് രണ്ടിനും പകരമായിട്ട് നമുക്ക് ഒരിക്കലും യോഗയെ കൊണ്ട് വെക്കാൻ പറ്റില്ല. യോഗയിൽ ഒബ്വിയസ്ലി ഫ്ലെക്സിബിലിറ്റിയൊക്കെ ഉണ്ടാകും. പക്ഷെ നമുക്ക് വേണ്ടത് പ്രത്യേകിച്ച് നമുക്ക് പ്രായം കഴിഞ്ഞാൽ വേണ്ടത് അതല്ല. പല ആസനങ്ങളിലും പല രീതിയിലുള്ള ഹെൽത്ത് റിസ്ക് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ശീർഷാസനം എന്ന് പറയുന്നതൊക്കെ നമ്മുടെ സെർവിക്കൽ സ്പൈനിനൊക്കെ വളരെയധികം ലോഡ് വരുന്ന, അതിന് വളരെ പ്രശ്നങ്ങളുണ്ട്, ആ ജോയിൻസുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിന് നല്ലത് അതൊന്ന് അവോയ്ഡ് ചെയ്തിട്ട് പകരം സയൻറ്റിഫിക്കായിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കേൾക്കുന്നതാണ് യോഗ ചെയ്യുമ്പോൾ മെൻ്റൽ ഹെൽത്തിനൊക്കെ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത്. അത് യെസ് ആൻഡ് നോ ആണ്. കാരണം യോഗാഭ്യാസങ്ങളെക്കുറിച്ചല്ല അത് കൂടുതലായിട്ടും പറയുന്നത്. യോഗയിലെ തന്നെ കോർ പ്രിൻസിപ്പിൾസിലുള്ള ധ്യാനത്തിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. യോഗയുടെ ഏറ്റവും നല്ല ഘടകങ്ങളിലൊന്നാണ് മെഡിറ്റേഷൻ. അതൊക്കെ ചെയ്യാവുന്നതാണ്. ഈ ഫിസിക്കലായിട്ടുള്ള ആസ്പെക്റ്റിലോട്ട് വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ദോഷം ഉണ്ടാക്കുന്നതാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വേണം. ഇനി ചിന്തിച്ചിട്ട് നമുക്ക് ഐഡിയ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് നടന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് സയൻറ്റിഫിക്കലി ഏതാണോ ശരി അത് മാത്രം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ.
നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത് കാർഡിയോ മെയിൻ ആണ്. കാർഡിയോ വാസ്കുലർ ഹെൽത്തിന് വേണ്ടിയിട്ട് കാർഡിയോ എക്സസൈസ് ചെയ്യുക, അതായത് എയറോബിക് എക്സസൈസുകൾ ചെയ്യുക. രണ്ടാമത്തത് നമ്മുടെ മസിൽസ്, ജോയിൻസ്, ബോൺ ഇതിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുക. ഇത് രണ്ടുമാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. ഇതിന് പകരമായിട്ട് യോഗയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാജിക് സംഭവങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാതിരിക്കുക. അത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഇല്ല എന്നുള്ളതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു എക്സസൈസ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എടുക്കുക. ഇതാണ് ഈ വീഡിയോയിൽ പൊതുവായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് യോഗ എന്ന് പറയുന്ന പല ക്ലെയിമുകളെ കുറിച്ചാണ്. യോഗ എന്ന് പറയുന്നത് വളരെ ഏൻഷ്യൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏൻഷ്യൻ്റ് ആണ്, ശരിയാണ്. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യുന്ന യോഗ, അതിപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ ചെയ്യുന്ന പല യോഗാഭ്യാസങ്ങളും ശരിക്കും അത്രയും ഏൻഷ്യൻ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പുരാതനമായ സാധനങ്ങളോ അല്ല. അതൊക്കെ പിന്നീട് ഇതിലോട്ട് ആഡ് ചെയ്യപ്പെട്ടതാണ്. പിന്നെ ഒബ്വിയസ്ലി ഇതെല്ലാം മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അതിൽ എവിടെയെല്ലാം ഫോൾട്ട് വരും. അപ്പോൾ നമ്മൾ അതിൽ നമുക്ക് പ്രശ്നമുള്ളത് ഏതാണ്, പ്രശ്നം ഇല്ലാത്തത് ഏതാണെന്ന് വിവേചന ബുദ്ധിയോടെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു കടമ എന്ന് പറയുന്നത്. സോ ഇൻ കൺക്ലൂഷൻ, യോഗ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ആസ്പെക്റ്റുകൾ യോഗയിലുണ്ട്, എന്ന റിസ്ക് കൂടിയ കാര്യങ്ങളും അതിനകത്തുണ്ട്. സോ നമുക്കിതിൽ നല്ലതെടുക്കുക, മോശമായിട്ടുള്ള കളയുക. പിന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിട്ടുള്ള നമ്മുടെ ഈ റെസിസ്റ്റൻസ് ട്രെയിനിങ്, വർക്കൗട്ടുകൾ, കാർഡിയോ, എയറോബിക് എക്സസൈസുകൾ ഇവയെല്ലാം പ്രയോറിറ്റൈസ് ചെയ്യുക. നല്ലൊരു ലൈഫ് സ്റ്റൈൽ മുമ്പോട്ട് കൊണ്ടുപോവുക. നമ്മുടെ ഹെൽത്ത് ഓവർനൈറ്റ് ഇമ്പ്രൂവ് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരൊറ്റ കാര്യം ചെയ്ത് നമുക്ക് ഹെൽത്ത് മൊത്തത്തിൽ ബെനിഫിറ്റായി കിട്ടുമെന്നുള്ളതും അങ്ങനെ വിചാരിക്കുന്നതും തെറ്റാണ്. സോ അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ജിമ്മിൽ പോകുന്നതിന് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതിന്, റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്നതിന് പകരമല്ല യോഗ. യോഗയിലെ ചില ആസ്പെക്റ്റുകൾ കൊള്ളാം, അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. മെഡിറ്റേഷൻ പോലുള്ളത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം യോഗ നല്ലൊരു വ്യായാമം അല്ല. ഈ വിഷയത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.